അതേസമയം നിലമ്പൂരിൽ ബി.ജെ.പി. മത്സരിക്കില്ല. എൻ.ഡി.എ. മത്സരിക്കും. നിലമ്പൂരിൽ ബി.ഡി.ജെ.എസ്. സ്ഥാനാർത്ഥിയായിരിക്കും എൻ.ഡി.എക്ക് വേണ്ടി ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു തീരുമാനവും വന്നിട്ടുണ്ട്. നിലമ്പൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ഉണ്ടാവുകയില്ല. അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്നതാണ് ബി.ജെ.പിയുടെ നിലപാട്. അതിനാൽ തന്നെ ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ഏറെ വിമർശനങ്ങൾ നേരിട്ടതാണ് ബി.ജെ.പി. ഇവിടെ മത്സരിക്കാതിരിക്കുന്നതിൽ. എന്തായാലും എൻ.ഡി.എ. സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഉണ്ടാകും. ബി.ഡി.ജെ.എസിനായിരിക്കും സീറ്റ് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി സി.വി. അനുമോദ് ചേരുകയാണ്. അനുമോദ്, എന്താണ് തീരുമാനം? ബി.ഡി.ജെ.എസിന്റെ സ്ഥാനാർത്ഥിയെയും വൈകാതെ പ്രഖ്യാപിക്കുന്നു. മഞ്ജുഷ, നമുക്കറിയാം നിലമ്പൂരിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ആദ്യം തന്നെ ബി.ജെ.പി. എത്തിയിരുന്നു. കാരണം ഇതൊരു ആവശ്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണ്, അതിൽ മത്സരിക്കേണ്ട കാര്യമില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ മത്സരിക്കാതിരിക്കുന്നത് മറ്റു പല സന്ദേഹങ്ങൾക്കും അതുപോലെ വോട്ട് കച്ചവടം എന്ന വലിയ ആക്ഷേപത്തിനും വഴിയൊരുക്കുമെന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി.ഡി.ജെ.എസ്. മത്സരിക്കാനുള്ള സാധ്യത തെളിയുന്നത്. നേരത്തെ തന്നെ ബി.ഡി.ജെ.എസ്. 2016 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അന്ന് 12,000-ലധികം വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗിരീഷ് മേക്കാടാണ് അന്ന് ബി.ഡി.ജെ.എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. വീണ്ടും 2021 പക്ഷേ ബി.ജെ.പി. സീറ്റ് ഏറ്റെടുത്തെങ്കിലും അത്രയും വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ബി.ഡി.ജെ.എസിനെ നിലമ്പൂർ മത്സരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ പരമാവധി വോട്ട് സമാഹരിക്കുക എന്ന ഉദ്ദേശം തന്നെയാണുള്ളത്. ഗിരീഷ് മേക്കാട്ട് തന്നെ ആകാം സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്താണെങ്കിലും നിലമ്പൂരിൽ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അത് ബി.ഡി.ജെ.എസിന്റെ സ്ഥാനാർത്ഥിയാകാനാണ് ഇപ്പോഴും സാധ്യത. അതിനെക്കുറിച്ചുള്ള ഏകദേശം ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, 2016 ബി.ഡി.ജെ.എസ്. മത്സരിച്ചതാണ്. കഴിഞ്ഞ തവണ 8,500 വോട്ടുകളാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ കിട്ടിയത്. ഇത്തവണ ബി.ജെ.പി. നിലമ്പൂരിൽ മത്സരിക്കില്ല. കഴിഞ്ഞ തവണ 4.9% വോട്ട് മാത്രമായിരുന്നു ബി.ജെ.പിക്ക് നിലമ്പൂരിൽ കിട്ടിയത്. ബി.ഡി.ജെ.എസിന് ഇത്തവണ സീറ്റ് നൽകുകയാണ്. 2016 ബി.ഡി.ജെ.എസ്. മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിന്റെ അത്രയും വോട്ടുകൾ പോലും 2021 ബി.ജെ.പിക്ക് കിട്ടിയിരുന്നില്ല. എന്തായാലും നിലമ്പൂരിൽ എൻ.ഡി.എ. സ്ഥാനാർത്ഥി ഉണ്ടാകും. വലിയ വിമർശനങ്ങൾ മത്സരിച്ചില്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം എൻ.ഡി.എ. എടുത്തിരിക്കുന്നത്. ബി.ഡി.ജെ.എസിന് സീറ്റ് നൽകുവാൻ ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുകയാണ്.